പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? ഈ മാസത്തിന്റെ അവസാന ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോഴാണ് മാസം തുടങ്ങിയതെന്ന് തോന്നുന്നു. അപ്പോഴേക്കും അവസാന ദിവസത്തിൽ എത്തിക്കഴിഞ്ഞു. ദിവസങ്ങൾ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അതായത്, ഒന്ന്, നാം മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, നാം യേശുവിന്റെ വരവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. യേശു വേഗം തന്നെ വരാൻ പോകുന്നു. ഒന്നുകിൽ മരണം വേഗം വരും, അഥവാ യേശു വേഗം വരും. എന്തുടനെ വന്നാലും നാം യേശുവോടൊത്ത് സ്വർഗത്തിൽ സന്തോഷിക്കണം. അതുകൊണ്ടാണ് സകല ശുശ്രൂഷകളും ദൈവം അനേകം വാക്കുകൾ കൊണ്ട് നമ്മോട് സംസാരിക്കുന്നത്. അതിനാൽ നിത്യജീവിതമില്ലേ, അതാണ് നമുക്ക് പ്രധാനം. ആ നിത്യജീവിതം, യേശുവോടൊത്ത് ജീവിക്കുന്ന ആ ജീവിതം, ലോകജീവിതം ശാശ്വതമല്ല. യേശുവോടൊത്ത് ജീവിക്കുന്നതാണ് ശാശ്വതമായ ജീവിതം. നാം അത് ലക്ഷ്യമാക്കി പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നു. നാം അത് ശരിയായി നോക്കി പ്രയാണം ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും പ്രയാസപ്പെട്ട് ദൈവം നമ്മെ സമീപിച്ച് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. ശരി, നാളെ ഒരു പുതിയ മാസം തുടങ്ങാൻ പോകുന്നു. ഇന്നത്തേക്ക് ദൈവം തരുന്ന വാക്കെന്താണ്? സദൃശവാക്യം 16:33 ദൈവം പറയുന്നു, അതിന്റെ വിധാനമോ യഹോവയാലത്രേ. അതായത്, കാര്യത്തെ യഹോവ നടത്തിത്തരും. നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാസം ഏതോ ഒരു കാര്യത്തിൽ പ്രാർത്ഥിച്ച് മടുത്തു പോയിട്ടുണ്ടോ? ഞാൻ ഈ മാസം തുടക്കം മുതൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അത് നടക്കുന്നില്ലല്ലോ. മക്കളുടെ കാര്യം, എന്റെ കുടുംബകാര്യം, എന്റെ ബിസിനസിന്റെ കാര്യം, ശുശ്രൂഷയുടെ കാര്യം, അതെന്തുകൊണ്ടാണ് നടക്കാത്തത്, തടസ്സപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് ദുഃഖിക്കുകയാണോ? കാര്യസാധ്യത യേശുവാൽ ഉണ്ടാകും. ആ കാര്യം സാധിക്കും. യേശു നിങ്ങളോടാണ് പറയുന്നത്, എന്റെ മകനെ, മകളെ, ഞാൻ കാര്യസാധ്യത തരും എന്ന് ദൈവം പറയുന്നു. യേശു കാര്യത്തെ സാധ്യമാക്കുന്ന ദൈവമാണ്, സഫലമാക്കുന്ന ദൈവമാണ്, തടസ്സങ്ങളെ മാറ്റുന്ന ദൈവമാണ്. വിശ്വസിക്കൂ, ഈ വാഗ്ദത്തം എനിക്കുള്ളതാണ്. ഈ കാര്യം യഹോവ എനിക്ക് സാധ്യമാക്കി തരും. ഇന്ന് സാധ്യമാക്കും എന്ന് വിശ്വസിച്ചാൽ ഇന്ന് തന്നെ അത്ഭുതം നടക്കും. വിശ്വസിക്കുമോ നിങ്ങൾ? എന്നാൽ യേശുവിനോട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാമോ? വിശ്വാസത്തോടെ പറയൂ, യേശുവേ, കാര്യസാധ്യത യഹോവയാൽ ഉണ്ടാകും. അങ്ങ് ഈ കാര്യത്തെ എനിക്ക് നടത്തിത്തരും, സാധ്യമാക്കി തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാമോ? പിതാവേ, ഈ മകനും ഈ മകളും പ്രാർത്ഥിക്കുന്നു. കാര്യസാധ്യത യഹോവയാൽ ഉണ്ടാകും. എനിക്ക് ഈ കാര്യം കർത്താവ് ചെയ്തു തരും എന്നിവർ വിശ്വസിക്കുന്നു. ഇവരുടെ വിശ്വാസത്തെ മാനിച്ച് ഇന്ന് ഇവരുടെ കാര്യത്തെ നടത്തി അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ